This program is sponsored by Brazil Builders. അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്ന വില്ലയുമായി ബ്രസീൽ ബിൽഡേഴ്സ് ഇപ്പോൾ തിരുവല്ലയിൽ. ഇടഞ്ഞില്ലം ടാബോർ ഹിൽസിൽ പ്രകൃതിയോട് ഇണങ്ങി നഗരപരിധിക്കുള്ളിൽ ലക്ഷറി വില്ലകൾ. ബ്രസീൽ ബിൽഡേഴ്സ് ടാബോർ ഹിൽസ് ഇടഞ്ഞില്ലം തിരുവല്ല. ഫോൺ 9048567837. നമസ്കാരം, ഗ്ലോറിയ ന്യൂസിലേക്ക് സ്വാഗതം. മാരാമൺ മണൽപ്പരപ്പിലൂടെ 120ാമത് മാരാമൺ കൺവെൻഷൻ സ്പെഷ്യൽ ന്യൂസ്. മാരാമൺ കൺവെൻഷൻ സാംസ്കാരിക കേരളത്തിന്റെ പൈതൃകമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കൺവെൻഷൻ യോഗത്തോടനുബന്ധിച്ച് റിട്രീറ്റ് സെന്ററിലെത്തി സഭയിലെ തിരുമേനിമാരുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം ഗ്ലോറിയ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഞാൻ എല്ലാ വർഷവും മാരാമൺ കൺവെൻഷനിൽ ഏതെങ്കിലും ഒരു ദിവസം വന്ന് പങ്കെടുക്കാറുണ്ട്. ഈ വർഷം ചില പ്രത്യേക സാഹചര്യത്തിൽ മീറ്റിങ്ങിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ അതുകൊണ്ട് വന്ന് മെത്രാപ്പൊലീത്ത തിരുമേനിയെയും വലിയ മെത്രാപ്പൊലീത്ത തിരുമേനിയെയും മറ്റ് തിരുമേനിമാരെയും കണ്ട് വണങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. മാരാമൺ കൺവെൻഷൻ കേരളത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെയും സാംസ്കാരിക പെരുമയുടെ ഒക്കെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. മാരാമൺ കൺവെൻഷൻ ലക്ഷങ്ങളാണ് ഈ കൺവെൻഷനിൽ ഒഴുകി എത്തുന്നത്. ഈ കൺവെൻഷന് അത് പരിപാവനമായ ഈ കൺവെൻഷന് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. നീതിക്കും സ്നേഹത്തിനും കരുതലിനും വേണ്ടിയുള്ള ദാഹമാണ് ഇന്നിന്റെ മനുഷ്യന് ആവശ്യമെന്ന് ഡോക്ടർ സക്കറിയാസ് മാർ തിയോഫിലസ് സഫ്രൻ മെത്രാപ്പൊലീത്ത പറഞ്ഞു. 120ാമത് മാരാമൺ കൺവെൻഷൻ ശനിയാഴ്ച രാവിലത്തെ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ആളുകളുണ്ട്, ആദ്യമായി ഈ മണ്ണിൽ കാലുകുറ്റുന്നവരുണ്ട്. ചുറ്റുവട്ടത്തിൽ നിന്ന് വന്നുകൂടിയവർ ഏറെയാണ്. വിദേശങ്ങളിൽ നിന്ന് വന്നിരിക്കുന്നവർ കുറവല്ല. പല സഭാ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടവർ, സമുദായങ്ങളിൽ ഉൾക്കൊള്ളുന്നവർ എല്ലാം ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. തീർത്ഥാടകരായി വന്ന കുറേ ആളുകളുണ്ട്, മറ്റു കുറേ ആളുകൾ സന്ദർശകരായി വന്നിട്ടുള്ളവരാണ്. ഭാരവും പ്രയാസവും പ്രശ്നവും പേറി ആശ്വാസത്തിനായി പ്രത്യാശയോടെ വന്നിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വചനമൊക്കെ വയറ് നിറയുന്നതോടൊപ്പം മനസ്സും നിറയുന്ന ഭക്ഷണശാല എഫദ സന്മനസ്സുള്ള ഒരു കൂട്ടം വിശ്വാസികളുടെ പ്രയത്നമായി പ്രതിധ്വനിക്കുന്നു. കൺവെൻഷനിൽ പങ്കെടുക്കുന്നവർക്ക് സൗജന്യമായി വിഭവസമൃദ്ധമായ ഭക്ഷണം നൽകി സ്റ്റാൾ വ്യത്യസ്തമായി. 120ാമത് മാരാമൺ കൺവെൻഷനിൽ ഗ്ലോറിയ ന്യൂസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും പ്രത്യേകത നിറഞ്ഞ ഒരു സ്ഥലമാണ് എഫദ. നമ്മൾ കേൾക്കുന്ന വചനങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവൻ്റെ വിശപ്പും വേദനയും മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒരു ഗ്രൂപ്പ്. സൗജന്യമായി മാരാമൺ കൺവെൻഷന് വരുന്ന ആളുകൾക്ക്, പരമാവധി ആളുകൾക്ക് ഭക്ഷണം നൽകുന്ന ഈ എഫദ എന്ന ഈ പ്രസ്ഥാനത്തിലെ
സംബന്ധിച്ചിടത്തോളം ഗ്ലോറിയ ന്യൂസിന് ഏറെ സന്തോഷം നൽകുന്നതാണ്. നിരവധി ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ച് തൃപ്തരായി ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്നതിനേക്കാൾ ഉപരി അവരുടെ ശാരീരിക വിശപ്പടക്കുവാനായിട്ട് ലഭിക്കുന്ന അവസരം ഏറെ സന്തോഷം നൽകുന്നതാണ്. കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഇതിന് പ്രചോദനം ഉൾക്കൊള്ളുന്നതെന്നും എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ട് കണ്ടെത്തുന്നതിനെ സംബന്ധിച്ചും ഇതിൻ്റെ ക്രമീകരണങ്ങളെക്കുറിച്ചും ഇതിന് ചുമതല വഹിക്കുന്ന പ്രിയപ്പെട്ട ജോയ് കുടിച്ചാൻ നമ്മളോട് സംസാരിക്കും. ഇത് ഞങ്ങൾ നടത്തുന്ന യവത ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിലാണ്. ഇവിടുത്തെ കുറേ ചെറുപ്പക്കാർ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ദീർഘവർഷമായിട്ട് സാമൂഹിക നന്മയ്ക്ക് വേണ്ടി ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ഉൾക്കൊണ്ടതായ വികാരം മൂലമാണ് കർത്താവിൻ്റെ വചനം 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചുകൊണ്ട് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഇവിടെ വരുന്നതായ വിശ്വാസികൾക്ക് എല്ലാവർക്കും സൗജന്യമായ ഭക്ഷണം. ജനങ്ങളെല്ലാം ഇവിടെ വരുമ്പോൾ പല ഹോട്ടലുകളിലും ഒക്കെ നല്ല ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോൾ സൗജന്യമായും രുചികരമായ ഭക്ഷണം കൊടുക്കണമെന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് ആരംഭിച്ചത്. കഴിഞ്ഞ വർഷവും ഞങ്ങൾ ഇതുപോലെ 7000-ൽ പരം ആൾക്കാർക്ക് കൊടുത്തു. ഈ വർഷം ഞങ്ങൾ അതിലുപരിയായിട്ട് 10000-ൽ പരം ആൾക്കാർക്ക് കൊടുക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിൻ്റേതായ മിക്കവാറും ഞങ്ങളുടെ ടാർഗറ്റ് തികഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് ആരോടും ഞങ്ങൾ പൈസയൊന്നും സാമ്പത്തിക സഹായം അങ്ങോട്ട് ചെന്ന് അഭ്യർത്ഥിക്കാതെ ഇതിൻ്റെ അകത്ത് ഞങ്ങളുടെ പ്രചോദനം കണ്ട് ഇതിൻ്റെ അകത്ത് നല്ല വശം കണ്ടുകൊണ്ട് ജനങ്ങൾ ഇങ്ങോട്ട് വന്ന് സഹകരിക്കുകയും ഞങ്ങൾക്ക് വേണ്ട സാമ്പത്തിക സഹായം തരികയും അതിനുപരിയായി ഇതിൻ്റെ അകത്തെ അംഗങ്ങളുടെ കോൺട്രിബ്യൂഷനിൽ കൂടിയാണ് ഇത് നടക്കുന്നത് എന്ന് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇത് ഓരോരുത്തർ സ്പോൺസർ ചെയ്തതാണ്. ഗൾഫ് നാളുകളിൽ നിന്നും അല്ലാതെ കണ്ട ഈ ഏരിയയിൽ നിന്നും എല്ലാം ജാതിഭേദമന്യേ അല്ലാതെ ഒരു വ്യക്തിയെന്നോ മർത്തോമ സഭയെന്നോ മാത്രമായിട്ടല്ല, മർത്തോമയിലെ വലിയ മെത്രാത്തി തിരുമേനി പ്രാർത്ഥിച്ച് ആരംഭിച്ച് തുടങ്ങുന്നൊരു ഫുഡാണിത്. അത് എല്ലാവർക്കും നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനം. ഇതുപോലൊരു ഫ്രഷ് സാധനം ഈ മണപ്പുറത്ത് കിട്ടത്തില്ല. ഞങ്ങൾ കുറച്ച് വ്യക്തികൾ ഇതിനകത്ത് കിടന്ന് കഷ്ടപ്പെട്ട് വെക്കുന്ന ഒരു ഫുഡാണ്. അത് എല്ലാവരും കഴിച്ചാൽ നല്ല അഭിപ്രായം എനിക്കുള്ളത്. ഇറച്ചിയൊക്കെ വീഴുന്നതൊക്കെ വളരെ നല്ലതായിട്ടാണ്. അത് ഫ്രീ ആയിട്ട് പരിപൂർണമായിട്ട് ഫ്രീ ആണ്. എല്ലാ ഓരോരുത്തരും സ്പോൺസർ ചെയ്യുന്ന കഴിഞ്ഞ വർഷം തൊട്ടാണ് ഞങ്ങൾ തുടങ്ങിയത്. എല്ലാ വർഷവും ഞങ്ങൾ ഭംഗിയായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെ ആഗ്രഹിക്കുന്നത്. എല്ലാ വർഷവും ഞങ്ങൾ സ്പോൺസർ ചെയ്താണ് ഓരോ ഐറ്റംസ് ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാം നല്ല എഫക്റ്റായിട്ട് ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഇതിൻ്റെ ഈ പ്രോപ്പർട്ടിയുടെ ഓണറായ ബേബിയും കുഞ്ഞും ഇതിന് വളരെയേറെ എഫേർട്ട് എടുത്ത് അവരുടെ സ്ഥലത്ത് സൗജന്യമായിട്ട് നമുക്ക് ഈ സ്ഥലത്ത് ഒരുക്കി തരികയും അതിനുവേണ്ട മാൻ പവർ അവർ തന്നെ അറേഞ്ച് ചെയ്ത് അവർ കുടുംബക്കാരായിട്ടെല്ലാം വന്ന് ഇത് ചെയ്തു കൊടുക്കുന്നത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണെന്ന് കൃത്യമായിട്ട് ഞങ്ങൾക്ക് പറയാനുണ്ട്. വരുന്ന വർഷങ്ങളിൽ ഇതിലും കൂടുതലായിട്ട് ആൾക്കാർക്ക് കൊടുക്കാനുള്ള ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലായിരിക്കും. അനുഗ്രഹത്തിൻ്റെ വലിയ ധ്വനികളാണ് ഇവിടെ മുഴങ്ങുന്നത്. തീർച്ചയായിട്ടും ഗ്ലോറിയ ന്യൂസിനും അതിൽ പങ്കുചേരാൻ സാധിച്ചു. ഗ്ലോറിയ ന്യൂസ് ടീമും അവരുടെ ഭക്ഷണത്തിൽ പങ്കുചേർന്നു. ക്യാമറാമാൻ ജോൺസൺ പള്ളിക്കിനോടൊപ്പം സാജൻ മില്ലോ. This program is sponsored by Brazil Builders. അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്ന വില്ലയുമായി ബ്രസീൽ ബിൽഡേഴ്സ് ഇപ്പോൾ തിരുവല്ലയിൽ. ഇടഞ്ഞില്ലം ടാബോർ ഹിൽസിൽ പ്രകൃതിയോട് ഇണങ്ങി നഗരപരിധിക്കുള്ളിൽ ലക്ഷറി വില്ലകൾ. ബ്രസീൽ ബിൽഡേഴ്സ് ടാബോർ ഹിൽസ്, ഇടഞ്ഞില്ലം, തിരുവല്ല. ഫോൺ 9048567837. ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുമ്പോൾ നമ്മിൽ ദൈവമുഖം ദർശിക്കുവാൻ കഴിയും. അപരന്റെ കണ്ണീരൊപ്പാൻ സ്വമനസ മുന്നോട്ട് വന്ന ഒരു യുവ സ്നേഹിതരെ ഗ്ലോറിയ ന്യൂസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു. ആവണീശ്വരം സ്വദേശി PE ബിനു തൻ്റെ ഒരു വൃക്ക നിർധനയായ മറ്റൊരാൾക്ക് നൽകി യുവതലമുറയ്ക്ക് മാതൃകയായി. ജീവിതം തന്നെ സാക്ഷ്യമാക്കി തീർക്കുക എന്ന സന്ദേശങ്ങൾ നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. എന്നാൽ പലപ്പോഴും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുക വളരെ ചുരുക്കമാണ്. എന്നാൽ അത് പ്രായോഗിക ജീവിതത്തിലേക്ക് വരുത്തുവാനായിട്ട് യുവജന സഖ്യത്തിലൂടെ മറ്റ് സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെ പ്രവർത്തിച്ച് മുന്നിട്ട് വന്ന പ്രിയപ്പെട്ട PE ബിനു തൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുകയുണ്ടായി. സ്വന്തം കിഡ്നി മറ്റൊരു നിർധനനായ ഒരു സഹോദരന് നൽകിക്കൊണ്ട് ജീവിതത്തിൽ നല്ല സാക്ഷ്യം നിർവഹിച്ചതായ ശ്രീ PE ബിനു നമ്മോടൊപ്പമുണ്ട്. നവംബർ മാസം 18-ാം തീയതി എൻ്റെ ഒരു വൃക്ക ആലപ്പുഴ സ്വദേശിയായ ഒരു ചുമട്ടുതൊഴിലാളി ഷാജി എന്ന് പറയുന്ന ആളുടെ ഭാര്യ 44 വയസ്സുള്ള ഷീല എന്ന യുവതിക്ക് നൽകുകയുണ്ടായി. ഇതിന് എന്നെ പ്രേരിപ്പിച്ച ഘടകം
ഒന്ന് നിരന്തരമായ വേദപുസ്തകം ആഴത്തിൽ പഠിക്കാൻ ശ്രമിച്ചതിൻ്റെ ഫലമാണ്. 2, ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളുടെ ജീവിതത്തിലൂടെ തന്നെ തെളിയിക്കണം എന്നുള്ള ഒരു അഭിവാഞ്ച കഴിഞ്ഞ കുറേ വർഷങ്ങളായി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് അതിന് സാധിച്ചത്. ഇത് വേദപുസ്തകത്തിൽ തന്നെ പല വാക്യങ്ങളും ആഴത്തിൽ എന്നെ ഹൃദയത്തെ ശരിക്കും മതിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇതിൻ്റെ പ്രക്രിയകൾ നടത്തി വരികയായിരുന്നു. സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹം ആർക്കുമില്ല എന്നുള്ള വാക്യമാണ് എന്നെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത്. ജീവിതത്തിൽ സാമ്പത്തികമായി നമ്മളൊരാളെ സഹായിക്കുന്നതിലും അപ്പുറം യേശുക്രിസ്തുവിൻ്റെ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിലെ പ്രാവർത്തികമാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു അംശം തന്നെ മുറിച്ച് നൽകപ്പെടുക എന്നുള്ളത് എനിക്ക് സാധിച്ചത് പ്രാർത്ഥനയുടെ ഒരു വെളിച്ചത്തിലൂടെയാണ്. അനേകായിരം ആൾക്കാരുടെ പ്രാർത്ഥന ഞങ്ങളിലുണ്ടായിരുന്നു. കുടുംബമായിട്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനേക ആൾക്കാരുണ്ട്. ഈ തീരുമാനത്തിൻ്റെ പിൻബലമായിട്ട് എൻ്റെ കുടുംബം, എൻ്റെ കുഞ്ഞുങ്ങൾ, എൻ്റെ ഭാര്യ, എൻ്റെ മാതാപിതാക്കൾ എല്ലാവരും എന്നോടൊപ്പം പൂർണ്ണമായി അടിയുറച്ചു നിന്നു. വളരെ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ജീവിക്കുന്നു. കഴിഞ്ഞ 3 മാസക്കാലമായി സർജറി കഴിഞ്ഞിട്ട് എനിക്ക് യാതൊരുവിധ മറ്റ് കംപ്ലൈൻറ്റുകൾ ഒന്നുമില്ല. സാധാരണക്കാരൻ ജീവിക്കുന്ന പോലെ തന്നെ നമ്മൾ ജീവിച്ചു വരികയാണ്. വരുന്ന സമൂഹത്തോടുള്ള എൻ്റെ ഒരു അഭിവാഞ്ച ജീവിതത്തിൽ അല്പമെങ്കിലും കരുണ മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് നമുക്ക് ഉണ്ടാകണം എന്നുള്ളതാണ്. സമസൃഷ്ടങ്ങളുടെ ക്രമമായ ജീവിതം നമ്മളുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന പൂർണ്ണ ബോധ്യം ഓരോ യുവാവിനും യുവതിക്കും ഈ സമൂഹത്തിലുണ്ടാകും. ഞങ്ങളുടെ വീട് നല്ല സമാധാനം, സന്തോഷം, ഒരു ക്രിസ്തീയ കുടുംബജീവിതത്തിൽ തന്നെ മുന്നോട്ട് പോകാനൊക്കെ സാധിക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വിവാഹ ജീവിതം കഴിഞ്ഞതിന് ശേഷമാണ് ഒത്തിരിയും കൂടെ എനിക്ക് ജീവിതം എന്താണെന്നും അത് ദൈവികമായ രീതിയിൽ ഏത് രീതിയിലാണ് വളരേണ്ടതെന്നും എന്തെല്ലാം പഠിപ്പിച്ചതും എന്നെ ഇപ്പോഴത്തെ ഈ ഞാനാക്കിയെടുത്തും മാറ്റിയതുപോലും സത്യം തന്നെയാണ്. എൻ്റെ ഇതിന് നല്ല ഒരു അനുഭവ സാക്ഷ്യം ജീവിതത്തിലുണ്ടാവണം. ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. നമ്മുടെ ഒരു വാക്കുകൊണ്ട് പോലും വേറൊരാൾക്ക് വേദന ഉണ്ടാകാൻ പാടില്ല. അതാണ് കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നത്. 10 വർഷം കൊണ്ടുള്ള ആഗ്രഹമായിരുന്നു അച്ഛൻ്റേത്. ആദ്യം അറിഞ്ഞപ്പം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അറിഞ്ഞത് 12 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആൻറ്റിക്കാണ്. അതുകൂടെ അറിഞ്ഞപ്പോഴത്തേനും വളരെ സന്തോഷമായി. പിന്നെ അച്ഛനടുത്ത് ചോദിക്കായിരുന്നു പേടിയുണ്ടോയെന്ന്. അച്ഛൻ പറഞ്ഞു ഒരു പേടിയില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും മാതൃകയായി ജീവിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ് അച്ഛൻ്റേത്. പിന്നെ എന്തെങ്കിലും തെറ്റ് കണ്ടാലത് മനസ്സിലാക്കി പഠിപ്പിക്കുവാനും സ്വയം കാട്ടുവാനും ഒക്കെ അച്ഛൻ ശ്രമിച്ചിരുന്നു. 120ാമത് മാരാമൺ കൺവെൻഷനിൽ ഗ്ലോറിയ ന്യൂസ് ഒത്തിരിയധികം റിപ്പോർട്ടുകൾ നൽകിയെങ്കിലും ഈ റിപ്പോർട്ട് ജനഹൃദയങ്ങളിൽ ഈ ഞങ്ങളുടെ ഓൺലൈൻ TV കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരിലും ഇതൊരു വലിയ സന്ദേശമാകണം. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് എപ്പോൾ പ്രയോജനകരമാകുന്നുവോ അന്ന് മാത്രമാണ് നാം യഥാർത്ഥ മനുഷ്യനായി തീരുന്നത്. ക്യാമറമാൻ ജോൺസണോടൊപ്പം സാജൻ മേളൂർ. മർത്തോമ സഭയിലെ അഭിവന്ദ്യ തിരുമേനിമാർക്ക് സഭാജനങ്ങളുടെ ഇടയിൽ യഥാസമയം എത്തിച്ചേരുവാൻ സഹായിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ ചെയ്യുന്ന സേവനം സ്തുത്യർഹമാണ്. അഭിവന്ദ്യ തിരുമേനിമാരുടെ സാരഥികൾ ഗ്ലോറിയ ന്യൂസിനോട്. മാർത്തോമ സഭയിലെ തിരുമേനിമാരെ ലോകത്തെവിടെയും അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ എവിടെയൊക്കെ എത്തിക്കാമോ അവിടെയൊക്കെ എത്തിക്കുക എന്നുള്ള ദൗത്യവും അവരോടൊപ്പം എപ്പോഴും ഒരുമിച്ച് ഏത് കാര്യത്തിനും അവരുടെ കൂടെ നിൽക്കുന്ന സഭയുടെയും തിരുമേനിമാരുടെയും സഭാജനങ്ങളുടെയും ഏറെ വാത്സല്യ നിധികളാണിവർ. നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം. മാർത്തോമ മെത്രാപ്പോലീത്തയുടെ കഴിഞ്ഞ 35 വർഷമായിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ സാരഥിയായിട്ട് ജോലി നോക്കുന്നു. ഇത്രയും നാളത്തെ അനുഭവം വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളൊന്നും യാതൊരു കുഴപ്പവും ഇല്ലാതെ പോകുന്നു. തന്നെ സന്തോഷമായിട്ട് പോകുന്നു. ഒരു മകൻ എന്ന രീതിയിൽ എന്നെ കാണുന്നുണ്ട് തിരുമേനി. എവിടെ പോയാലും എൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കുകയും അതിൽ എല്ലാ കാര്യങ്ങളും നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ജോസഫ് മാർ ഭരണവാസി ഡ്രൈവറായിട്ട് 21 വർഷമായി. ബാബു ഞങ്ങൾ അയൽവാസികളാണ്. തൊട്ടടുത്ത വീട്ടിലെ വേണം അച്ഛനായിരുന്നു. കൊച്ചിലെ തൊട്ട് ഞാൻ സ്നേഹമൊക്കെ നല്ലതായിരുന്നു.
കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ യുവാക്കി മാർ കുർലോസ് സിനിമയുടെ സംഗീത സഹചാരിയായിട്ട്. എൻ്റെ പേര് അലക്സ് എന്നാണ്. സന്തോഷം എന്ന് അറിയപ്പെടും. ദൈവികമായ വളരെ അടുപ്പത്തിൽ സന്തോഷകരമായി പോകുന്നു. എൻ്റെ പേര് സജി. ഞാൻ ഗീവർഗീസ് മാർ തിയോഡോഷ്യസ് സിനിമയുടെ ഡ്രൈവറായി 21 വർഷമായി സേവനം ചെയ്യുന്നു. എൻ്റെ ഒരു സന്തോഷകരമായ ജീവിതമാണ് ഇതിന് കിട്ടിയിട്ടുള്ളത്. അതിന് മറക്കാനാവാത്തൊരു അനുഭവമാണ് ഇതിനായിട്ടുള്ള ജീവിതം. ലൈജു ഗ്രിഗോറിയസ് മാർ സ്റ്റെഫാനോസ് സിനിമയുടെ ഡ്രൈവറാണ്. 1.5 വർഷമായിട്ട് തിരുമേനി കുന്നംകുളം മലബാർ ഡയസിൻ്റെ തിരുമേനിയാണ്. സന്തോഷമായിട്ട് പോകുന്നു. സുവിശേഷ സംഘത്തിൻ്റെ സുവിശേഷ പ്രസംഗ സംഘത്തിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ ഡ്രൈവറായിട്ട് കഴിഞ്ഞ 22 വർഷമായിട്ട് സുദീർഘമായ ശുശ്രൂഷ ചെയ്തു വരുന്നു. വളരെ സന്തോഷകരമാണ് ഈ ശുശ്രൂഷ. അതിനെ ദൈവീയ ശുശ്രൂഷയായിട്ട് തന്നെ ഞാൻ കാണുകയും ചെയ്യുന്നുണ്ട്. ഫിലിസ്ലം സിനിമ ഫിലിസ്ലം സിനിമയുടെ ഡ്രൈവറായി 7 വർഷം ചെന്നൈ ബാംഗ്ലൂർ ഡയസിൽ വർക്ക് ചെയ്യുന്നു. സിനിമയിലൂടെ 7 വർഷമായി. ഞാൻ എബ്രഹാം പൗലോസ് സിനിമയുടെ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു. വളരെ സന്തോഷത്തോടെ. എൻ്റെ പേര് ബിനു. കോട്ടയം കൊച്ചി ഭദ്രാസനാധിപൻ മക്കാരി സിനിമയുടെ ഡ്രൈവറാണ്. പേര് ലിജു ആണ്. സന്തോഷമായിട്ട് പോകും. കോറിയാനിസ് നിൽക്കുന്നത് അഭിമന്യ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ വലിയ മെത്രാപ്പോലിത്തയുടെ അരമനയുടെ മുമ്പിലാണ്. 1 വർഷം ഡ്രൈവർ ജോലിയായിട്ട് വർക്ക് ചെയ്യുന്നു. പോകാനൊക്കെ കൃത്യസമയത്ത് അതേ സമയത്ത് കൊണ്ടുവരും. അതിനൊക്കെ 5 മിനിറ്റ് നേരത്തെ അവിടെ ചെല്ലത്തുള്ളൂ. തിരുമേനി ഞാനും നല്ലൊരു സുഹൃത്ത്, അപ്പനും മോനും തന്നെ ഒരു സഹകരണമാണ്. തിരുമേനി ഇതുപോലെ തമാശ പറയുന്ന വേറെ ഒരു തിരുമേനിയും ഞാൻ കണ്ടിട്ടില്ല. എന്നോടും പറയും നല്ല ഇതാണ്. എന്നോട് നല്ല സ്നേഹവും നല്ല സഹകരണവും എന്നോടുണ്ട്, എനിക്കുമുണ്ട്. ഞാൻ തിരുമേനി ഒരു ദൈവത്തെ പോലെ ആരാധിക്കുന്ന ആളാണ്. ഭാരതത്തിലെ വടക്കൻ സംസ്ഥാനങ്ങളിലെ മർത്തോമ വിശ്വാസികളുടെ കൂട്ടായ്മ ശക്തമാക്കുന്ന മർത്തോമ ഹിന്ദി ഗ്യാങ് ഡയസ്പോറ സ്റ്റാൾ ഇദം പ്രഥമമായി മാരാമൺ മണൽപ്പരപ്പിൽ ആരംഭിച്ചു. ഈ വർഷത്തെ ഒരു പുതിയ സ്റ്റാളിൻ്റെ മുന്നിലാണ് ഗ്ലോറിയ ന്യൂസ് നിൽക്കുന്നത്. ഹിന്ദി ഡയസ്പൊറയുടെ പ്രത്യേകമായ ആരാധനാക്രമങ്ങളും മറ്റ് ക്രമീകരണങ്ങളും ഒക്കെ ഈ സ്റ്റോളുമായി ബന്ധപ്പെട്ട് ഇവിടെ ലഭിക്കുന്നതാണ്. ഇപ്പോൾ പ്രിയപ്പെട്ട സാംസൺ സാമുൽ അച്ഛൻ നമ്മളോടൊപ്പം ഉണ്ട്. അച്ഛൻ ഈ സ്റ്റാളിനെ സംബന്ധിച്ചും ഈ ഹിന്ദി ഡയസ്പൊറയെ സംബന്ധിച്ചും ഗ്ലോറിയ ന്യൂസിനോട്. മാരാമൺ കൺവെൻഷനിൽ ഇതാദ്യമായിട്ടാണ് ഹിന്ദി സ്പീക്കിംഗ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള സ്റ്റോൾ ഇവിടെ സ്ഥാപിതമായിരിക്കുന്നത്. ഇതിൻ്റെ പേര് നൽകിയിരിക്കുന്നത് മാർത്തോമ ജ്ഞാന കേന്ദ്ര. കേരളത്തിൻ്റെ പുറത്ത്, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിൽ നമ്മുടെ സഭാവിശ്വാസികൾ അനേകർ അവിടെ പാർക്കുന്നുണ്ട്. അവിടെ വളർന്ന നോർത്ത് ഇന്ത്യൻസ്, നമ്മുടെ കുഞ്ഞുങ്ങൾ, ഭാഷ നമ്മുടെ പിള്ളേർ മാത്രമല്ല, എന്നാൽ ഇവിടെ തന്നെ കേരളത്തിൽ എത്രയോ പേര് നോർത്ത് ഇന്ത്യയിൽ നിന്ന് ജോലി തേടി വരുന്ന അനേകർ ഇവിടെ ഉണ്ട്. അവരെ ടാർഗറ്റ് ചെയ്താണ് ഇങ്ങനത്തെ പ്രത്യേക സ്റ്റോൾ ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ സ്റ്റോളിൻ്റെ പ്രത്യേകത, ഈ സ്റ്റോളിൽ ആര് വന്നാലും ഹിന്ദി സ്പീക്കിംഗ് വളരെ സുലഭമായിരിക്കും. അതിന് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇങ്ങനത്തെ സ്റ്റോൾ ആദ്യമായിട്ട് ഇവിടെ രൂപീകരിച്ചിരിക്കുന്നത്. ഈ കൺവെൻഷൻ തുടങ്ങിയ ദിവസം മുതൽ ഇന്നേ ദിവസം വരെ അനേകർ ഈ സ്റ്റോളിൽ സന്ദർശിക്കുകയും. വിവിധതരം സ്റ്റോളുകളെ കൊണ്ട് സമ്പുഷ്ടമാണ് മാരാമൺ മണൽപ്പുറം. ഭദ്രാസനങ്ങളുടെയും വിവിധ സംഘടനകളുടെയും പ്രവർത്തനങ്ങളുടെ ശ്രദ്ധാകേന്ദ്രമായ സ്റ്റാളുകളിലൂടെ ഒരു യാത്ര. കുട്ടികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന CF എന്നറിയപ്പെടുന്ന ഒരു സംഘടനയാണിത്. അതിൽ പത്തനംതിട്ട ജില്ലയുടെ റീജിയനിലെ ഡയറക്ടറായിട്ട് ബെഞ്ചമിൻ സാറാണ് ഇത് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നത്. CFലെ ഭാഗമായി മാരാമൺ മണപ്പുറത്ത് വർഷങ്ങളായി സ്റ്റാള് പ്രവർത്തിക്കുന്നു. സുവിശേഷം കേൾക്കാൻ അവസരം ലഭിക്കാത്ത കുഞ്ഞുങ്ങൾ അവരായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് സുവിശേഷവുമായി സന്ധിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയായിട്ടുള്ള 1947 ഈ പ്രവർത്തനം ഇന്ത്യയിൽ ആരംഭിച്ചു. പൂന കേന്ദ്രമാക്കിയാണ് ആരംഭിച്ചത്. 1974 കേരളത്തിൽ ആരംഭിച്ചു. 1978 മുതൽ ചൈൽഡ് ഇവാഞ്ചലിസം ഫെലോഷിപ്പിൻ്റെ ഒരു സ്റ്റാൾ മണപ്പുറത്ത് പ്രവർത്തിക്കാൻ ആരംഭിച്ചു. കഴിഞ്ഞ ഈ ദീർഘവർഷങ്ങളായിട്ട് 38 വർഷത്തോളമായി ക്രമമായി ഈ സ്റ്റോൾ ഈ മണപ്പുറത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഈ 2015 കൺവെൻഷനിലും ഈ സ്റ്റോൾ പ്രവർത്തിപ്പാനായിട്ട് ദൈവം ഇടയാക്കി. ഇപ്പോഴത്തെ തലമുറയിൽ പല രീതികൾ, കഞ്ചാവ് പോലെയുള്ള രീതികളിൽ മറ്റ് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നു. ആ പ്രവർത്തനങ്ങളിലൊക്കെ CFൻ്റെ പങ്ക് എങ്ങനെയാണ് നിങ്ങൾ നിവർത്തിക്കുന്നത്?
ഇങ്ങനെയുള്ളതായിട്ടുള്ള ഈ പ്രത്യേക തലമുറകളിൽ ഇങ്ങനെയുള്ള മയക്കിനും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയാകുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ബോധവൽക്കരിക്കാറുണ്ട്. പ്രത്യേകം അവർക്ക് കൗൺസിലിംഗ് നടത്താറുണ്ട്. ഞങ്ങൾ പോകുന്ന പല സ്കൂളുകളിലും ഈ പ്രവണത കാണാറുണ്ട്. അവരുടെ കുഞ്ഞുങ്ങളോട് ഞങ്ങൾ വരുംവരാഴികയെക്കുറിച്ച് പറയുകയും പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പല സംഭവങ്ങളും പല ഇൻസിഡൻസും അവരോട് പറയുകയും അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായിട്ട് ഞങ്ങൾ പ്രത്യേകം ശ്രമിക്കുന്നു. മാർത്തോമ സുറിയാനി സഭയുടെ ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധത അറിയിക്കുന്ന ഏറ്റവും വലിയ കാൽവെപ്പാണ് MCRD അല്ലെങ്കിൽ ബുദ്ധിവികാസം സംഭവിക്കാത്ത കുഞ്ഞുങ്ങളെ എടുത്തു വളർത്തുന്ന വലിയ ശുശ്രൂഷ മാർത്തോമ സഭ നിർവഹിക്കുന്നു. അതിൻ്റെ മാരാമൺ കൺവെൻഷൻ്റെ സ്റ്റാളിലാണ് നാം ഇവിടെ വന്നു ചേർന്നിരിക്കുന്നത്. ഗ്ലോറിയയുടെ ടീം, അതിൻ്റെ ഡയറക്ടർ ബഹുമാനപ്പെട്ട ജേക്കബ് മാത്യു അച്ഛൻ ഇപ്പോൾ ഉണ്ട്. അച്ഛനോട് നമുക്ക് ഈ വിവരങ്ങൾ ചോദിച്ചറിയാം. മാർത്തോമ സഭയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊന്നാണ് മാർത്തോമ സെൻറ്റർ ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് നവജ്യോതി സ്കൂൾ. 1981 കാലം ചെയ്ത അലക്സാണ്ടർ മാർത്തോമ വലിയ മെത്രാപ്പൊലീത്ത തിരുമേനി ആരംഭിച്ചതായിട്ടുള്ള ഈ ശുശ്രൂഷ കഴിഞ്ഞ 34 സംവത്സരമായി അനുഗ്രഹകരമായി നിർവഹിപ്പാനായിട്ട് ദൈവം ഇടയാക്കുന്നു. സമൂഹത്തിൽ മുഖ്യധാരയിൽ നിന്ന് അകന്ന് കഴിയുന്ന മാനസിക വെല്ലുവിളികൾ നേരിടുന്നതായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസമാണ് ഈ സ്ഥാപനത്തിലൂടെ നിർവഹിക്കപ്പെടുന്നത്. വ്യത്യസ്ത തലങ്ങളിൽ കഴിവുകളുള്ളവർ, എന്നാൽ അവരെ ഇന്ന് സമൂഹത്തിൽ ശരിയായ വിധത്തിൽ പരിശീലിപ്പിച്ച് അവരുടെ ജീവിതത്തിൻ്റെ നന്മയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാനായിട്ട് ഈ സ്ഥാപനത്തിലെ ശുശ്രൂഷകളിലൂടെ സാധ്യമായിത്തീരുന്നു. ഇപ്പോൾ 124 കുഞ്ഞുങ്ങൾ അവിടെ വ്യത്യസ്തങ്ങളാകുന്ന പരിശീലനത്തിൽ ഏർപ്പെടുന്നു. 31 പേർ ടീമായി ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. തെളിയൂരുള്ള ക്യാമ്പസിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ വ്യത്യസ്തങ്ങളാകുന്ന ജില്ലകളിൽ നിന്ന് അവിടെ വന്ന് താമസിച്ചും അല്ലാതെയും പ്രവർത്തനങ്ങളിലും ശുശ്രൂഷകളിലും പഠനത്തിലും കുഞ്ഞുങ്ങൾ പങ്കുചേരുകയാണ്. നിശ്ചയമായും നമുക്ക് കർത്താവിലൂടെ ലഭിച്ചിട്ടുള്ള ബലഹീനരെ താങ്ങുവാൻ ആശ്വാസവും സ്വാന്തനവും വേണ്ടവർക്ക് ആശ്വാസവും സാന്ത്വനവും പകർന്നു കൊടുക്കുവാനായിട്ട് ഈ സ്ഥാപനത്തിലെ ശുശ്രൂഷയിലൂടെ സാധ്യമായി തീരുന്നു. മാരാമൺ കൺവെൻഷൻ സ്പെഷ്യൽ ന്യൂസ് ആയിരക്കണക്കിന് ആളുകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂട്യൂബിലൂടെയും glorianews.online.com-ലൂടെയും നിങ്ങൾക്ക് വാർത്തകളും ചിത്രങ്ങളും ലഭിക്കും. മാരാമൺ മണൽപ്പരപ്പിലൂടെ എന്ന സ്പെഷ്യൽ ന്യൂസിന്റെ വാർത്തകളും വിശേഷങ്ങളുമായി ഗ്ലോറിയ ന്യൂസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും. നന്ദി, നമസ്കാരം. This program is sponsored by Brazil Builders. അന്താരാഷ്ട്ര നിലവാരത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി നിങ്ങൾ ആഗ്രഹിച്ച സ്വപ്ന വില്ലയുമായി ബ്രസീൽ ബിൽഡേഴ്സ് ഇപ്പോൾ തിരുവല്ലയിൽ. ഇടഞ്ഞില്ലം ടാബോർ ഹിൽസിൽ പ്രകൃതിയോട് ഇണങ്ങി നഗരപരിധിക്കുള്ളിൽ ലക്ഷറി വില്ലകൾ. ബ്രസീൽ ബിൽഡേഴ്സ്, ടാബോർ ഹിൽസ്, ഇടഞ്ഞില്ലം, തിരുവല്ല. ഫോൺ 9048567837.